സോ വിസ്മയ മോഹൻലാലിന്റെ സിനിമാ ജീവിതത്തിന് തുടക്കം. ഈ തുടക്കം എന്ന സിനിമയെ പറ്റി പറയുന്നതിന് മുമ്പ് നമുക്കൊരിക്കലും ഇഗ്നോർ ചെയ്യാൻ പറ്റാത്ത ഫാക്ടറാണ് നെപ്പോട്ടിസം. നെപ്പോട്ടിസത്തിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അത് ഏത് ഫീൽഡിലാണോ, അതേത് ഇൻഡസ്ട്രിയിലാണോ അതനുസരിച്ച് അതിൻ്റെ ഒരു ആഖ്യാനം മാറിക്കൊണ്ടിരിക്കും എന്നുള്ളതാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ബോളിവുഡിൽ, തെലുങ്കിലൊക്കെ നമ്മൾ ഒരുപാട് കണ്ടിട്ടുണ്ട്. കുറേ നെപ്പോ പ്രൊഡക്ട്സ്, കുറേ നെപ്പോ ലോഞ്ച് നടക്കും. എത്ര കഴിവില്ലെങ്കിലും അവർക്ക് പടങ്ങൾ പിന്നെയും കിട്ടിക്കൊണ്ടിരിക്കും. പക്ഷെ മലയാളത്തിലെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ എത്ര വലിയ സൂപ്പർ സ്റ്റാർസിൻ്റെ മക്കളാണെങ്കിലും പരിചയക്കാരാണെങ്കിലും മാമനോ മച്ചമ്പി ആണെങ്കിൽ പോലും കഴിവില്ലെങ്കിൽ നമ്മൾ വീട്ടിൽ പൊക്കോളാൻ പറയും. സോ ഈ സിനിമയിലേക്ക് വന്നു കഴിഞ്ഞാൽ അങ്ങനെ ഒരു കഴിവില്ലാത്ത ഒരാളെ കഷ്ടപ്പെട്ട് ലോഞ്ച് ചെയ്യാൻ നോക്കുന്നൊരു നെപ്പോ പടമാണോ എന്നൊരു മുൻവിധിയോടുകൂടി തന്നെയായിരിക്കും ഒട്ടുമിക്ക മലയാളികളും ഈ സിനിമയെ സമീപിച്ചിട്ടുണ്ടാവുക. അല്ലാത്ത കുറേ സിനിഫൈൽസും സിനിമയ്ക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നുണ്ട്, ഇല്ലാന്ന് ഞാൻ പറയുന്നില്ല. കാരണം ജൂഡ് ആൻ്റണി ജോസഫ് ആ ഒരു ഡയറക്ടറുടെ ഒരു സ്കില്ല് നമുക്കറിയാം. 2018 എന്ന സിനിമ, ഓം ശാന്തി ഓശാൻ എന്ന സിനിമ, സാറാസ് എന്ന സിനിമ ഒരു ആവറേജ് പടം ആണെങ്കിൽ പോലും അതിനും കുറച്ച് വ്യൂവേഴ്സ് ഉണ്ട്. സോ ആ ഡയറക്ടറുടെ ഒരു വിശ്വാസം, പിന്നെ മോഹൻലാലിൻ്റെ ഒരു പ്രസൻസ്, ആ മഹാനടൻ ഈ സിനിമയിൽ ഒരു ക്യാമിയോ ചെയ്യുന്നുണ്ട്, ഇതെല്ലാവർക്കും അറിയാവുന്നൊരു കാര്യമാണ്. സോ ഇതെല്ലാം പ്രതീക്ഷിച്ചിട്ടായിരിക്കും നമ്മൾ എന്തായാലും ഓബ്വിയസ്ലി തിയേറ്ററിലേക്ക് ചെന്നത്. ഞാനും ആക്ച്വലി അത് തന്നെ പ്രതീക്ഷിച്ചിട്ടാണ് സിനിമ കാണാൻ വേണ്ടി പോയതും. സോ വിസ്മയ മോഹൻലാലിൻ്റെ തുടക്കം എങ്ങനെയുണ്ടെന്ന് വെച്ചാൽ നോട്ട് സോ ബാഡ്, നോട്ട് സോ ഗ്രേറ്റ്, ബട്ട് ഒരു ഡീസൻറ്റ് പടം വിത്ത് അത്യാവശ്യം നല്ലൊരു പെർഫോമൻസ്. നമ്മൾ ഈ സിനിമയുടെ പെർഫോമൻസിനെ പറ്റി പറയുമ്പോൾ നമ്മൾ ഒരിക്കലും വിസ്മയ മോഹൻലാലിനെ പറ്റി മാത്രം പറയരുത്. നമുക്ക് എന്തായാലും പറയേണ്ട ഒരാളാണ് ആഷിഷ് ജോ ആൻ്റണി, അതായത് നമ്മുടെ സ്വന്തം ആൻ്റണി പെരുമ്പോറേട്ടൻ്റെ മോൻ. സോ ഒന്ന് അത് ആലോചിച്ച് കഴിഞ്ഞാൽ അതൊരു വേറൊരു ലെവലൊരു പരിപാടി തന്നെയാണ്. കാരണം ഇത്രയും വലിയൊരു നടനും ആ നടൻ ഇത്രയും വലിയ ഗ്രോ ചെയ്യാൻ വേണ്ടി അദ്ദേഹത്തിൻ്റെ ഏറ്റവും ഒരു ബെസ്റ്റ് ഫ്രണ്ട് എന്നുള്ള രീതിയിൽ ഒരു പ്രൊഡക്ഷൻ കമ്പനി നടത്തി ഇത്രയും നാളുകളായിട്ട് ബോണ്ടുള്ള രണ്ടാൾക്കാർ, ഈ രണ്ടുപേരുടെ മക്കൾ ഒരേ സിനിമയിൽ കൂടെ ഒരു ത്രൂ ഔട്ട് ഒരു പെർഫോമൻസിൻ്റെ ഒരു ലോഞ്ച് നടക്കുന്നു. അപ്പോൾ അതങ്ങനെ ആലോചിക്കുമ്പോൾ തന്നെ ഒരു നെപ്പോ പ്രൊഡക്റ്റ് ആണെങ്കിൽ പോലും ഈ സിനിമയ്ക്ക് നമ്മുടെ ഇൻഡസ്ട്രിയിൽ അതിൻ്റേതായിട്ടുള്ള സ്പേസ് ഉണ്ട്. സോ വിസ്മയ മോഹൻലാലിനെ പറ്റി പറയാനാണെങ്കിൽ അവർ ഒരുപാടൊന്നും സിനിമയിലില്ല. ആക്ച്വലി അവരെ ചുറ്റിപ്പറ്റിയാണ് സിനിമ നടക്കുന്നതെങ്കിൽ പോലും ഒരുപാട് സമയങ്ങളിൽ അവർ സ്ക്രീനിൽ ഇല്ലാത്ത മൊമെൻറ്റ്സ് ഉണ്ട്. പക്ഷെ അവരുള്ള മൊമെൻറ്റ്സിൽ അവരുടെ ഒരു സ്പേസ് കണ്ടെത്തുന്നുണ്ട്. കാരണം എന്ന് വെച്ചാൽ ഒരുപാട് സ്ക്രീൻ പ്രസൻസോ ഭയങ്കര ഓരോ ക്യാരി ചെയ്യുന്ന ഒരു ആക്ടർ അല്ല അവർ. നമ്മൾ ഇവരെ മുമ്പ് എവിടെയും അങ്ങനെ കണ്ടിട്ടില്ല. സോഷ്യൽ മീഡിയയിൽ പോലും അവർ അത്ര ആക്റ്റീവ് അല്ല. അപ്പോൾ നമുക്കൊരിക്കലും ഒരു വലിയൊരു സൂപ്പർ സ്റ്റാറിൻ്റെ മകളാണ് അങ്ങനത്തെ ഒരു ഫീൽ ഒരിക്കലും കിട്ടില്ല. ആഷിഷ് ജോ ആൻ്റണീനെ ആണെങ്കിൽ പോലും എമ്പുരാനിൽ ചെറിയൊരു ഷോട്ടിൽ അദ്ദേഹത്തിന് നമ്മൾ കണ്ടു. എങ്കിൽ പോലും ഇവരൊക്കെ വലിയ സെലിബ്രിറ്റീസിൻ്റെ മക്കളാണ് എന്നൊരു ഫീൽ ഇവരൊരിക്കലും ഉണ്ടാക്കുന്നില്ല. ഒരു നെക്സ്റ്റ് ടൗൺ ഗേൾ, അതായത് തൊട്ടപ്പുറത്തെ വീട്ടിലൊരു ഗേൾ അല്ലെങ്കിൽ തൊട്ടപ്പുറത്തെ വീട്ടിലൊരു പയ്യൻ എന്നീ ഫീലിംഗ് ആണ് ഇവർ രണ്ടുപേരും ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് തന്നെ അവർക്ക് ഈസിലി ആ ക്യാരക്ടേഴ്സായിട്ട് മാറാൻ പറ്റുന്നുണ്ട്. നമുക്ക് ഓൾറെഡി ഒരു പ്രീ കൺസ്യൂംഡ് നോഷനൊന്നുമില്ല ഇവരിങ്ങനെയായിരിക്കും പെരുമാറാൻ പോവുക, ഇങ്ങനെയായിരിക്കും ചെയ്യാൻ പോവുക, അങ്ങനെയൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു ക്യാരക്ടർ ഇവർ രണ്ടുപേരും നല്ല വെടുപ്പായിട്ട് ചെയ്തിട്ടുണ്ട്. അഭിനയിച്ച് തകർത്തു എന്നൊന്നും പറയുന്നില്ല, പക്ഷേ എങ്കിലും വിസ്മയ മോഹൻലാൽ അവരുടെ ഭാഗങ്ങൾ നല്ല വെടുപ്പായിട്ട് ചെയ്തിട്ടുണ്ട്. എസ്പെഷ്യലി ആക്ഷൻ രംഗങ്ങളിൽ അവർ നല്ല അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. ലാലേട്ടൻ്റെ മോള് നമ്മൾ പറഞ്ഞു പോകുന്ന രീതിയിൽ നല്ല പക്കയായിട്ട് അവർ എല്ലാം അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. ആഷിഷ് ജോ ആൻ്റണിയിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്കറിയാം ഈ സിനിമയിൽ ഒരു നായികനെ ഒരു സങ്കല്പത്തിലല്ല സിനിമ പോകുന്നത്. ഒരു നായിക ആൻഡ് ഒരു വില്ലൻ എന്നൊക്കെ പറഞ്ഞാൽ ഈ വില്ലനിൽ കൂടെയാണ് കഥ തുടങ്ങുന്നത് തന്നെ. വളരെ ക്രീപ്പി ആയിട്ടുള്ള രീതിയിൽ, അൺകംഫർട്ടബിൾ ആയിട്ടുള്ള രീതിയിലാണ് സിനിമ തുടങ്ങുന്നത് തന്നെ. അപ്പോൾ ആദ്യത്തെ ഒരു 10 minutes ഇറ്റ്സ് ടഫ് ടു വാച്ച്. ആ ഒരു രീതിയിൽ ഇത്തിരി അൺകംഫർട്ടബിൾ ആവുന്ന രീതിയിൽ ആ ഒരു ക്യാരക്ടർ എസ്റ്റാബ്ലിഷ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആഷിഷ് ജോ ആൻ്റണിയുടെ ക്യാരക്ടറിനെ യൂസ് ചെയ്തിട്ടുള്ളത്. പിന്നീട് അങ്ങോട്ട് നമ്മൾ നേരെ കഥയിലേക്ക് കിടക്കും. പ്രഡിക്റ്റബിൾ സ്ക്രീൻ പ്ലേ ആണ്, പ്രഡിക്റ്റബിൾ ആയിട്ടുള്ള രീതിയിൽ തന്നെയാണ് സിനിമ പോകുന്നത്. പക്ഷേ ഇൻ്റർവെല്ലിൽ കൊണ്ടുവന്ന് നിർത്തിയത് ഒരു അൺപ്രഡിക്റ്റബിലിറ്റി ഉണ്ട്. പക്ഷേ പിന്നീട് അങ്ങോട്ട് എന്ത് സംഭവിക്കുന്ന ഒരു തോന്നൽ, ആ ഒരു ക്യൂരിയോസിറ്റി ബിൽഡ് ചെയ്തിട്ട് തന്നെയാണ് സിനിമയുടെ മൂവ്മെൻറ്റ്. അതുകൊണ്ട് തന്നെ ക്ലൈമാക്സ് എത്തുമ്പോഴേക്കും നമുക്ക് ക്ലൈമാക്സ് കഴിയുമ്പോഴേക്കും ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടും. വിമൻ എംപവർമെൻറ്റിൻ്റെ പേരിൽ ഒരുപാട് തട്ടിക്കൂട്ട് പടങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഡോണ്ട് ടോക്ക് ജസ്റ്റ് ഷോ എന്നൊരു രീതിയിലുള്ളൊരു ഫിലിം മേക്കിംഗ് രീതിയാണ് ഞാൻ പേഴ്സണലി ഇഷ്ടപ്പെടുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു രീതിയിൽ വിമൻ എംപവർമെൻറ്റ് ആണെന്നിങ്ങനെ എടുത്തെടുത്ത് പറയുന്നൊന്നുമില്ല. പക്ഷേ എങ്കിലും ഉദ്ദേശിക്കുന്നത് ആ പരിപാടി തന്നെയാണ്. അത് ഇവരുടെ ആക്ഷൻസിൽ കൂടെ നല്ല അടിപൊളിയായിട്ട് കൺവേ ചെയ്തിട്ടുണ്ട്. സായ് കുമാർ നല്ലൊരു റോൾ ചെയ്തിട്ടുണ്ട്, കോട്ടയം എമേഴ്സ് നല്ലൊരു റോൾ ചെയ്തിട്ടുണ്ട്, ആൻഡ് മനോജ് കേജ് നല്ലൊരു റോൾ ചെയ്തിട്ടുണ്ട്. സോ ഒരുപാട് പേരുണ്ട്. ആൻഡ് ബോബി കുര്യൻ, അശ്വിൻ, ഇവർ രണ്ടുപേരും ഒരു നെഗറ്റീവ് ഷെയ്ഡുള്ള ക്യാരക്ടേഴ്സാണ് ചെയ്തിട്ടുള്ളത്. അവരെല്ലാം അവരുടെ റോൾസ് നല്ല ഡീസൻ്റായിട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷേ സ്ക്രീൻ പ്ലേ ഒരുപാട് അങ്ങോട്ട് സിനിമയിൽ ഒരുപാട് വലിയ കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന രീതിയിലല്ല. ഇതിൻ്റെ കഥ എങ്ങോട്ടാണ് പോകുന്നത് നമുക്ക് നല്ല രീതിയിൽ തന്നെ മനസ്സിലാവും. എങ്കിൽ പോലും ഈ ഒരു എൻഡിങ് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ പോയിട്ടുണ്ട്. പിന്നെ എടുത്ത് പറയേണ്ടതാണ് നമ്മുടെ സ്വന്തം ഏട്ടൻ്റെ ക്യാമിയോ. അങ്ങനെയുള്ള സമയം സ്ക്രീനുകൾ നിറഞ്ഞു നിൽക്കും. നമുക്ക് അയാളുടെ മുഖത്തുനിന്ന് കണ്ണെടുക്കാൻ പറ്റില്ല. വളരെ എലഗൻ്റായിട്ട് ഗംഭീരമായിട്ട് അയാൾ പെർഫോം ചെയ്യുന്നുണ്ട്.
ഏട്ടൻ വന്നാൽ പിന്നെ എങ്ങനെയാണ് ആക്ഷൻ ഇല്ലാതെ പോവുക എന്നുള്ള രീതിയിൽ ഒരു കിടിലിനൊരു ആക്ഷൻ സെറ്റ് പീസും കൂടി ഏട്ടന് വേണ്ടി മാത്രം ഡെഡിക്കേറ്റഡ് ആയിട്ട് ചെയ്തിട്ടുണ്ട്. സോ മോഹൻലാൽ എന്ന ആക്ടറിനെ പറ്റിയും അയാളുടെ സ്ക്രീൻ പ്രസൻസിനെ പറ്റിയും ആ ഒരു ഓറയെ പറ്റിയും നമ്മളായിരിക്കും സ്റ്റഡി ക്ലാസ് എടുത്ത് കൊടുക്കേണ്ട ഒരു ആവശ്യമില്ല. ഈ സിനിമയിലും ഒട്ടും ഡിഫറൻ്റ് അല്ല. അങ്ങേര് വരുന്ന സമയത്തൊക്കെ വളരെ ബ്യൂട്ടിഫുൾ തന്നെ പറയും. കാരണം നമ്മൾ അദ്ദേഹത്തിൻ്റെ സ്ക്രീനിൽ കാണുമ്പോൾ നമ്മളിങ്ങനെ കണ്ടിരുന്ന് പോകും. നമുക്ക് ഒട്ടും ബോറടിക്കില്ല. ആ ഡയലോഗ് ഡെലിവറി ആണെങ്കിൽ പോലും ഒരു ആക്ഷൻസ് ആണെങ്കിലും മാനറിസംസ് ആണെങ്കിലും. സോ അതേ കാര്യം തന്നെ സ്വന്തം മകളുടെ പടത്തിലായാലും നല്ല വെടുപ്പായിട്ട് ചെയ്തിട്ട് പോയിട്ടുണ്ട്. ഒരു അച്ഛൻ മകൾക്ക് വേണ്ടി ചെയ്യുന്നൊരു സിനിമ, അല്ലെങ്കിൽ പ്രൊഡ്യൂസ് ചെയ്യുന്നൊരു സിനിമ, മകളെ ലോഞ്ച് ചെയ്യാൻ വേണ്ടി തന്നെ ചെയ്യുന്നൊരു സിനിമ, അവരൊരിക്കലും അത് ഇഗ്നോർ ചെയ്യുന്നില്ല, അതിനെ ഡിനൈ ചെയ്യുന്നില്ല. അപ്പോൾ ഈ പടം അങ്ങനെ തന്നെയാണ്. അതുകൊണ്ട് തന്നെ സിനിമയിലുള്ള പല സീൻസും ഒരച്ഛൻ മകൾക്ക് വേണ്ടി കൊടുക്കുന്നൊരു ട്രിബ്യൂട്ട് പോലെയോ ഒരു വഴി തുറന്ന് കൊടുക്കുന്ന പോലെ തന്നെയാണ് ഇതിൻ്റെ പല സീൻസും എക്സാക്ട്ലി അങ്ങനെ തന്നെയാണ് ചെയ്തു വെച്ചിട്ടുള്ളത്. ക്ലൈമാക്സിലായാലും ലാലേട്ടൻ്റെ ഇൻട്രോ സീനിലായാലും അങ്ങനെ ഒരുപാട് സീനുകളും അങ്ങനെ തന്നെ ചെയ്തു വെച്ചിട്ടുണ്ട്. അതിനുവേണ്ടി തന്നെ ഏട്ടൻ ഒരു ആക്ഷൻ സീനും കൊടുത്തിട്ടുണ്ട്. ആ ഒരു ബാറ്റൺ കൈമാറുന്ന തരത്തിലുള്ളൊരു സീനും നല്ല ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട്. ഓവറോൾ നോക്കുകയാണെങ്കിൽ ഒരു നെപ്പോ പ്രോഡക്റ്റിൻ്റെ ലോഞ്ച് പോലത്തെ ഒരു പടമേ ആയിട്ട് തോന്നാത്ത രീതിയിൽ രണ്ട് നല്ല ക്യാരക്ടേഴ്സ് പിടിച്ച് രണ്ട് പുതിയ ന്യൂ കമേഴ്സ് ചെയ്തിട്ടുള്ളൊരു പടം എന്നുള്ള രീതിയിൽ നോക്കിയാൽ പോലും നല്ല രീതിയിൽ തന്നെ വാച്ചബിൾ ആയിട്ടുള്ള ഒരു നല്ലൊരു തിയേറ്റർ എക്സ്പീരിയൻസ് തന്നിട്ടുള്ള സിനിമ തന്നെയാണ് തുടക്കം. വിസ്മയ മോഹൻലാൽ ആയാലും ആശിഷ് ജോ ആൻ്റണി പെരുമ്പഹർ ആയാലും രണ്ടുപേരും ക്യാരക്ടർ പിടിച്ച് ചെയ്തിട്ടുണ്ട്. ഞാൻ ശ്രദ്ധിച്ചൊരു ഫൺ ഫാക്റ്റ് എന്താണെന്ന് വെച്ചാൽ ക്ലൈമാക്സിൽ മാത്രമാണ് ആശിഷ് ജോ ആൻ്റണിക്ക് ഒരു ഡയലോഗ് കിട്ടിയത്. അതുവരെ 2 മണിക്കൂർ അയാൾക്ക് ഒരു സീനിലും ഡയലോഗില്ല. പക്ഷെ അതൊരിക്കലും ഫീൽ ചെയ്യില്ല. എന്തുകൊണ്ടാണ് അയാൾ മിണ്ടാത്തതെന്ന് പോലും നമുക്ക് ഫീൽ ചെയ്യാത്ത രീതിയിൽ ആ ഒരു ക്യാരക്ടർ ഇവനെ പിടിച്ച് കിട്ടിക്കഴിഞ്ഞാൽ 2 പൊട്ടിക്കാൻ തോന്നുന്ന രീതിയിൽ ആ ഒരു വില്ലനിസം പിടിച്ച് ആ ഒരു ആർക്ക് പിടിച്ച് അയാൾ നല്ല ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട്. വിസ്മയ മോഹൻലാലും ഡീസൻ്റ് ആയിരുന്നു. പക്ഷേ എങ്കിലും ഫസ്റ്റ് പടം മാത്രമേ ആയിട്ടുള്ളൂ. ഇനി ഒരുപാട് സിനിമകൾ ചെയ്ത് പ്രൂവ് ചെയ്താൽ മാത്രമാണ് മലയാളി ഓഡിയൻസ് നമ്മുടെ സ്വന്തമായിട്ട് ആ ഒരു ആക്ടറിനെ ആക്ട്രസിനെ സ്വീകരിക്കുകയുള്ളൂ. ഇല്ലെങ്കിൽ നമ്മൾ ജസ്റ്റ് ലെറ്റ് ഇറ്റ് ഗോ എന്നുള്ള രീതിയിൽ എടുക്കുകയുള്ളൂ. സോ എങ്ങനെ നോക്കിയാലും ഒരു ഡീസൻറ്റ് വാച്ച് തന്നെയാണ്. നോട്ട് എ ഗ്രേറ്റ് മൂവി ബട്ട് സ്റ്റിൽ വാച്ചബിൾ. ഒരു നല്ല കുറച്ച് ഹൈ മൊമെൻറ്റ്സ് ഉണ്ട്. എസ്പെഷ്യലി ഏട്ടൻ വരുന്ന സീൻസൊക്കെ നല്ല ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട്. ഓവറോൾ ഒരു നൈസ് വാച്ച് തന്നെയാണ്. ബാക്ക്ഗ്രൗണ്ട് സ്കോർ ആയാലും എഡിറ്റിംഗ് ആയാലും മൊത്തത്തിൽ നോക്കിക്കഴിഞ്ഞാൽ ഒരു ഗുഡ് വാച്ച്.